ഹലോ മക്കളെ, വെൽക്കം ടു വിങ്സ് ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഫോക്കസ് സീരീസിലെ +2 ഫിസിക്സിൻ്റെ അകത്തുള്ള 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റംസിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ചാപ്റ്റർ വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ് കേട്ടോ, പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, അതിനനുസരിച്ച് പഠിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേറെ കൂടുതലൊന്നും സംസാരിക്കാണ്ട് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. ചെറിയ ചാപ്റ്റർ ആണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആറ്റംസിനെ പറ്റി നമ്മൾ അറിയണം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ അറിയണത്? ആറ്റംസിനെ പറ്റി അറിയണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് റൂദർഫോർഡ് എന്ന് പറഞ്ഞ നമുക്ക് എല്ലാവരും റൂദർഫോർഡിനെ അറിയാൻ പറ്റും അല്ലെ? കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ആ ചെറിയ കാര്യം സാർ എന്തായാലും ഓർമ്മിപ്പിക്കുക. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആൽഫ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്തു? ഗോൾഡ് ഫോയിലിൽ കൂടെ കടത്തിവിട്ടു. ഓക്കെ, അതായത് ഈ റൂദർഫോർഡിന്റെ ശിഷ്യന്മാരും കൂടി ആറ്റംസിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? ഒരു ആൽഫ പാർട്ടിക്കിൾസിന്റെ ഒരു സോഴ്സ് എടുത്തു. എന്നിട്ട് അതിനെ ഒരു ഗോൾഡ് ഫോയിലിൽ കൂടെ, എന്താണ് ഗോൾഡ് ഫോയിൽ? ഓക്കെ, ഗോൾഡ് ഫോയിലിൽ കൂടെ എന്ത് ചെയ്തിട്ടു? സ്കാറ്റർ ചെയ്യിപ്പിച്ചു, അതായത് ഇടിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് ചുറ്റിനും എന്ത് ചെയ്തു? സ്ക്രീൻ വെച്ചു. അപ്പൊ എന്തായിരുന്നു സംഭവം? റൂദർഫോർഡിന്റെ ശിഷ്യന്മാരൊക്കെ കൂടിയിട്ട് ആൽഫ പാർട്ടിക്കിൾസിനെ എവിടേക്ക്? ഗോൾഡ് ഫോയിലോട്ട് എന്ത് ചെയ്തു? സ്കാറ്റർ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ചുറ്റിനും സ്ക്രീൻ വെച്ചു. എന്നിട്ട് റൂദർഫോർഡിന്റെ ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു? അവിടെ നിന്ന് വാച്ച് ചെയ്തു. അപ്പോ അവർക്ക് കാണാൻ പറ്റിയത് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ്, അതായത് ഇപ്പൊ ഒരു 100 ആൽഫ പാർട്ടിക്കിൾസ് കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 85% ഒരു കുഴപ്പമില്ലാണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് നേരെ ഇപ്പുറത്തോട്ട് എത്തി. അതായത് നേരെ പോയി. ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിൽ കൂടെ സൂപ്പർ ആയിട്ട് പോയി. എത്ര? 100ൽ 80%. ഇനി ബാക്കി ഒരു 15%, ചെറിയ രീതിയിൽ എന്ത് ചെയ്തു? ഡീവിയേറ്റ് ചെയ്തു. കുഴപ്പമുണ്ടാ? നോക്കി, ചെറിയ രീതിയിൽ ഞാൻ അതിന് നീല കളർ കൊടുത്തേക്കുണ്ട്. ഓക്കെ, അപ്പോ ആൽഫ പാർട്ടിക്കിൾസ് വന്നു, ഗോൾഡ് ഫോയിലിൽ ഇടിച്ചു. ഒരു 85%, ഓക്കെ, ഒരു 80% എന്ത് ചെയ്തു? നേരെ സ്കാറ്റർ ചെയ്തു. പിന്നെ ബാക്കിയുള്ള ഒരു 15% എങ്ങോട്ട് പോയി? ചെറിയ രീതിക്ക് ഡീവിയേഷൻ ഉണ്ടായി. ബാക്കിയുള്ള 5% ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? പോയ വഴിക്ക് തന്നെ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ഓക്കെ, പോയ വഴിക്ക് തന്നെ എന്ത് ചെയ്തു? കാണില്ല അല്ലെ? പോയ വഴിക്ക് തന്നെ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ഓക്കെ ആണോ? അപ്പൊ എന്താണ് സംഭവിച്ചത്? എന്താണ് ഇവരുടെ എക്സ്പെരിമെന്റ്? ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. റൂദർഫോർഡിന്റെ ശിഷ്യന്മാരും കൂടി എന്ത് ചെയ്തു? ആൽഫ സോഴ്സ്, അതായത് ഒരു ആൽഫ പാർട്ടിക്കിൾസിന്റെ ഒരു സോഴ്സ് എടുത്തിട്ട് ഗോൾഡ് ഫോയിലോട്ട് ഇടിപ്പിച്ചു. ചുറ്റിനും സ്ക്രീനും വെച്ചു. എന്നിട്ട് ഇവന്മാര് ബാക്കിൽ നിന്ന് നോക്കിയാണ്. അപ്പൊ എന്ത് ചെയ്തു? ആൽഫ പാർട്ടിക്കിൾസ് ഓൺ ആക്കി. അപ്പൊ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? കണ്ടിന്യൂസ് ആയിട്ട് പോയി ഗോൾഡ് ഫോയിൽ ചെന്ന് ഇടിക്കുമ്പോൾ കുറെ അധികം, അതായത് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? പാസിംഗ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ, ഒരു ഡീവിയേഷനും ഇല്ലാണ്ട് എന്ത് ചെയ്തു? നേരെ ഗോൾഡ് ഫോയിലിൽ കൂടെ കടന്നുപോയി. എന്നാൽ ഒരു 15% ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തു. എന്നാൽ 5%, വെറും 5% മാത്രമുള്ള ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? പോയ വഴിക്ക് തന്നെ റിഫ്ലക്ട് ചെയ്തു, അല്ലെങ്കിൽ റീബൗണ്ട് ബാക്ക് ചെയ്തു. ഓക്കെ ആണോ? 5% മാത്രം എന്ത് ചെയ്തു? പോയിട്ട് എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെ തിരിച്ചു വന്നു. ഓക്കെ ആണോ? അപ്പോ റൂദർഫോർഡിന് കാര്യങ്ങളൊക്കെ കത്തി. എന്താണ് സംഭവം? എന്തായിരിക്കും മാറ്റം? കിട്ടി? ഒന്നുമില്ല. മച്ചാൻ എന്ത് ചെയ്തു? കുറച്ച് അങ്ങോട്ട് ബുക്ക് എടുത്ത് പേന എടുത്തത് എഴുതേണ്. പിടിച്ചോ? ഫസ്റ്റ് പോയിന്റ് മച്ചാന്റെ എന്താണ്? കൺക്ലൂഷൻ ആണ് പറയാൻ പോകുന്നത് കേട്ടാ. നോക്കിയേ, പോസ്റ്റുലേറ്റ്സ് ഓഫ് റൂദർഫോർഡ്. നോക്കിയേ, ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിനെ പറ്റിയുള്ള റൂദർഫോർഡിന്റെ കാഴ്ചപ്പാട്, റൂദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. മോസ്റ്റ് ഓഫ് ദ ആറ്റം ഈസ് എംപ്റ്റി സ്പേസ്. ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ സ്പേസും എന്താണ്? എംപ്റ്റി ആണ്. അതെങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു ആൽഫ പാർട്ടിക്കിൾസ് നേരെ ഗോൾഡ് ഫോയിൽ പോയപ്പോൾ ഒരു 80% വെറുതെ അപ്പുറത്തോട്ട് കടന്നുപോയി. അതിനർത്ഥം അവിടെ ഡിഫ്ലക്ട് ചെയ്യാൻ ഒരു ഒന്നുമില്ലാന്നല്ലേ?
ഒരു ആറ്റത്തിനുള്ളിൽ ഒന്നുമില്ല. ഓക്കെ, അതായത് ആറ്റത്തിനുള്ളിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഫ്രീ ആണ് എന്ന് അയാൾക്ക് മനസ്സിലായി. ഓക്കെയാണോ? ആറ്റത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും എന്താണ്? ഫ്രീ ആണെന്ന് അയാൾക്ക് മനസ്സിലായി. അതിനെ പുള്ളി പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്? ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് ദ മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദ ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് the nucleus in the nucleus and the electrons are some distance away. അതായത് ഈ കടത്തിവിട്ട ചാർജ് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്. ഓക്കെ, കടത്തിവിട്ട ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ്. അപ്പോ പോസിറ്റീവ് ചാർജിനെ കടത്തി വിടുമ്പോൾ ആൽഫ പാർട്ടിക്കിൾസില് ഗോൾഡ് ഫോയിൽ എന്ത് ചെയ്തു? ചെറിയ രീതിക്കുള്ള ഡീവിയേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ റീബൗണ്ട് ബാക്ക് ഉണ്ടായി എന്ന് പറഞ്ഞു. അതായത് പോയിട്ട് തിരിച്ചിടിച്ചു, റിഫ്ലക്ട് ചെയ്തു എന്നാ പറഞ്ഞു. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് എന്താണ്? ചെറിയ രീതിയിൽ ഡീവിയേഷൻ ഉണ്ടായി, ഇനി ചെറിയ രീതിയിൽ എന്ത് ചെയ്തു? റീബൗണ്ട് ബാക്ക് ഉണ്ട്, അതായത് റിഫ്ലക്ട് ചെയ്തു എന്നും പറഞ്ഞു. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടാവണമെങ്കിൽ എന്താണോ കൊടുത്തത്, അതായത് കൊടുത്തത് എന്തായിരുന്നു? ആൽഫ പാർട്ടിക്കിൾസ്, അതായത് പോസിറ്റീവ് ചാർജ്, അതേപോലെ ഒരാൾ അവിടെ ഉണ്ടാവണം. കാരണം എന്താ? നമ്മ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച എന്തായിരുന്നു? സിമിലർ ചാർജസ് ആർ റിപ്പൽ, ഓപ്പോസിറ്റ് ചാർജസ് ആർ അട്രാക്ട്. രണ്ട് സിമിലർ ചാർജുകളാണെങ്കിൽ ഇവന്മാര് തമ്മിൽ ഒരിക്കലും ചേരൂല. നോർത്തും ചേരോ? ഇല്ല, ചേരത്തില്ല. എന്നാൽ നോർത്തും സൗത്തും ചേരും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ ചേരും. അപ്പോ ഡീവിയേറ്റ് ചെയ്യുന്നതിന് സംബന്ധിച്ച് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, പോസിറ്റീവ് ചാർജുകൾ ഇങ്ങനെ കടത്തി വിട്ടു, ഗോൾഡ് ഫോയിലോട്ട് കടത്തി വിട്ടു. അപ്പോ ഇവിടെ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോഴാണ് എന്ത് ചെയ്യണത്? ചെറിയ രീതിക്ക് ഡീവിയേറ്റ് ചെയ്തത്. അപ്പോ അതിനർത്ഥം എന്താണ്? അതായത് പോസിറ്റീവ് ചാർജ് അടങ്ങിയിട്ടുള്ള എന്തോ ഒരു സാധനം നമ്മുടെ ആറ്റത്തിലുണ്ട്. അതിന് അതിൻ്റെതായിട്ടുള്ള മാസും ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? ഒരു സാധനം ഒരു 5% ഇടിച്ചിട്ട് എവിടേക്ക് വന്ന് തിരിച്ചു വന്നാ അതൊക്കെ 5% പോസിറ്റീവ് ചാർജുകൾ ഇടിച്ചിട്ട്, അതായത് ഇടിച്ചത് എവിടെയായിരിക്കും? ന്യൂക്ലിയസിന്റെ സെൻട്രൽ ഭാഗത്തായിട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്തു? അതേപോലെ തന്നെ തിരിച്ചു വന്നു. അപ്പോ ഇടിച്ചിട്ട് തിരിച്ചു വന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവിടെ എന്തുണ്ട്? ഒരു മാസ് അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാസ് അടങ്ങിയിട്ടുള്ളത് ഉണ്ടെന്ന് വിചാരിക്കും. ആ മാസ് അടങ്ങിയിട്ടുള്ള സാധനത്തിന്റെ ചാർജും എന്ത് തന്നെയായിരിക്കണം? പോസിറ്റീവ് ചാർജ് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഡീവിയേഷനും റിഫ്ലക്ഷനും ഉണ്ടായതെന്ന് റൂദർഫോർഡിന് മനസ്സിലായി. അങ്ങനെ അയാൾ ഈ പോയിന്റ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് ദ മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ആൻ ആറ്റം ആർ കോൺസെൻട്രേറ്റ് ദ ന്യൂക്ലിയസ്. അതിനൊരു പേര് ഇട്ടു. എന്താ അതിന്റെ പേര്? ന്യൂക്ലിയസ്. ഓക്കെ, ആറ്റത്തിന്റെ അകത്തുള്ള എല്ലാ ചാർജുകളും അല്ലെങ്കിൽ അതിന്റെ മാസുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. അതേപോലെ തന്നെ ഇലക്ട്രോൺസ് അതിന് ചുറ്റുമുണ്ട്. കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ ആണോ? അപ്പൊ ആറ്റത്തിന്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. ആറ്റത്തിന്റെ അകത്ത് നടുക്ക് ആരുണ്ട്? സെൻട്രലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതിന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണല്ലേ? ഇതൊക്കെയാണ് എക്സ്പെരിമെന്റ്. ഇനി അടുത്തത് പറഞ്ഞേ, ദ ഇലക്ട്രോൺസ് would be moving in orbit about the nucleus just as the planet do around the sun. അതായത് സൂര്യനെ കണ്ടിട്ടില്ലേ? ഞാനും കണ്ടിട്ടൊന്നുമില്ല, കേട്ടറിവാണ്. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? സൂര്യന് ചുറ്റും എന്തുണ്ട്? കണ്ട, സൂര്യന് ചുറ്റും ആര് കറങ്ങണുണ്ട്? ഭൂമി കറങ്ങണുണ്ട് അല്ലെ? ഭൂമി കറങ്ങണുണ്ട്, ശരിക്കും ഉള്ളതാണ് എന്നൊക്കെ സയൻസ് പറയുന്നു. അതെ, സയൻസ് പറയുന്നത് ശരിയാണ്, നമുക്ക് വിശ്വസിക്കാം. അതായത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ അതുപോലെയാണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നത്. ഇവിടെ സൂര്യന് പകരം ആരായിരിക്കും? ന്യൂക്ലിയസ് ആയിരിക്കും. ഇപ്രകാരായിരിക്കും ഇലക്ട്രോൺസ് ആയിരിക്കും. അതായത് ന്യൂക്ലിയസ് നടുക്കിരുന്നിട്ട് ചുറ്റിനും ആര് കടന്ന് ഓടണുണ്ട്? ഇലക്ട്രോൺസ് ഓടണുണ്ട്. എങ്ങനെ? പ്ലാനറ്റ് ഡു അറൗണ്ട് ദി സൺ. അതേപോലെ, അതായത് ഒരു പ്ലാനറ്റ് സൂര്യനെ എങ്ങനെയാണ് ചുറ്റുന്നത് അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റത്തില ന്യൂക്ലിയസിനെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. അതും മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 3 പോയിന്റ് മനസ്സിലായി. ഇനി 4ാമത്തെ പോയിന്റ്, the size of the nucleus about 10⁻⁻50 to 10⁻⁻4. അതായത് ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറുതാണ്.
അത് എത്രത്തോളം പോകും? 10⁻⁻50 റേഞ്ചിൽ വരെ പോകും. ഓക്കെ, 10⁻⁻50 റേഞ്ച് വരെയും പോകും. ഓക്കെ ആണോ? ഭയങ്കര ചെറുതാണിത്, കണ്ണുകൾ കൊണ്ടൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള, അറിയാലോ ആറ്റംസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് നമ്മ ഓർമ്മിപ്പിക്കണമെന്നുള്ളൂ. അപ്പോൾ ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. അത്ര ആലോചിക്കുക, എത്രത്തോളം ചെറുതാവും? 10⁻⁻50 മീറ്റർ, അത്രത്തോളം എന്തായി പോവും? ചെറുതായി പോവും ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സൈസ്. ലാസ്റ്റ് പോയിന്റ് എന്താണ് മക്കളെ പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ between revolving electrons and the nucleus provides the centripetal force to keep their orbit. അതായത് നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്നത് എങ്ങനെയാണ്? എന്ത് ഫോഴ്സ് വെച്ചിട്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്, അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് എന്ത് ചെയ്യണത്? ഒരു സാധനം കറങ്ങുന്നത്, അല്ലെ? ഭൂമിയിലാണ്. ഇനി നമ്മുടെ കയ്യിൽ ഒരു സാധനം കറക്കണ്ടേ, നമ്മളത് എങ്ങനെ കറക്കണം? നമ്മുടെ കൈയിനകത്ത് ഉണ്ടാവുന്നത് ദൈവം ഇങ്ങനെ ഒരു ചരട് കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ കറക്കുമ്പോ ആ ഫോഴ്സ് വിളിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് വിളിക്കും, അല്ലേ? അപ്പോ എന്തെങ്കിലും ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങണമെങ്കിൽ അതിന്റെ ബേക്കിൽ എന്ത് വേണം? എന്തെങ്കിലും ഒരു ഫോഴ്സ് വേണം. ഓക്കെ, അങ്ങനെ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേക്കിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് എന്ത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെയും ഇലക്ട്രോൺസിനെയും റിവോൾവ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ആറ്റവും ന്യൂക്ലിയസും തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ ആണോ? അപ്പൊ ഇതൊക്കെയാണ് എന്ത് പറഞ്ഞത്? റൂദർഫോർഡ് പറഞ്ഞത്. മക്കളെ ഇത് ഉറപ്പായിട്ടും ചോദിക്കണം. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് സംഭവം. ഈ ചാപ്റ്ററിന്റെ അകത്ത് വേറെ അധികം കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പൊ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാണ്ട് പോവരുത്. ഓക്കെ, ഇമ്പോർട്ടന്റ് സാധനമാണ്, നിങ്ങൾ എന്തായാലും പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് മക്കളെ അടുത്ത ടോപ്പിക്ക് പറയുന്നത്? ഇമ്പാക്ട് പാരാമീറ്റർ. എന്താണ് ഇമ്പാക്ട് പാരാമീറ്റർ? എന്താണ് സാർ ഇമ്പാക്ട് പാരാമീറ്റർ? സാർ പറഞ്ഞു തരാം സാർ. ഇത് മക്കളെ ഒരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. പേര് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു, ന്യൂക്ലിയസ്. കുഴപ്പമുണ്ടോ? ഇല്ല. എന്നാൽ ദേ പിടിച്ചുകൊള്ളൂ, ആൽഫ. ഓക്കെ, ന്യൂക്ലിയസിന്റെ സെന്റർ ഭാഗമാണ് ഇത്. ഓക്കെ, ന്യൂക്ലിയസിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട്, കുഴപ്പമുണ്ടോ? ഇല്ല. സോറി, ന്യൂക്ലിയസിന്റെ സെന്റർ ഭാഗത്ത് എന്ത് ചെയ്തു? ഒരു ലൈൻ ഇട്ടു, ഇങ്ങനെ. ഓക്കെ, ലൈൻ ഇട്ടു. എന്നിട്ട് ആൽഫ പാർട്ടിക്കിൾസിനെ ഞാൻ ഈ ഒരു ലെവലില് എന്ത് ചെയ്തു? കടത്തിവിട്ടപ്പോൾ ഇതിങ്ങനെ ഒരു പോക്ക് പോയി. കടത്തിവിട്ടപ്പോൾ എന്ത് ചെയ്തു? ഇതിങ്ങനെ ഒരു പോക്ക് പോയി. അപ്പോ ഇതൊരു തീറ്റ ആംഗിളിലാണ് പോയത്. എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞുതരാം. ഇത് ന്യൂക്ലിയസിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് ഒരു ലൈൻ ഞാൻ ഇങ്ങനെ വെറുതെ ചുമ്മാ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ലൈനില് ന്യൂക്ലിയസ് അവിടെ ഇരിക്കണേ. ഞാൻ എന്ത് ചെയ്തു? ആൽഫ പാർട്ടിക്കിൾസിനെ ഇങ്ങനെ കടത്തിവിട്ടു. ആൽഫ പാർട്ടിക്കിൾസിന്റെ ചാർജ് എന്താണ്? പറഞ്ഞേ. ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജ് ആണ്. ആൽഫ പാർട്ടിക്കിൾസ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിന്റെ ആരുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ന്യൂക്ലിയസിൽ ആരുണ്ട്? പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജും അതായത് പോസിറ്റീവ് ചാർജ് വന്നുകൊണ്ടിരിക്കുന്നു, ഇവിടെ വേറെ പോസിറ്റീവ് ചാർജ് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിന്റെ എത്തണ്ട ആ ഒരു ഭാഗത്തുമ്പോൾ തന്നെ എന്ത് ചെയ്തു? ഡീവിയേറ്റ് ചെയ്തു. കാരണം എന്താണ്? സെയിം ചാർജസ് ആർ റിപ്പൽ, ഓപ്പോസിറ്റ് ചാർജസ് ആർ അട്രാക്ട്. രണ്ട് സെയിം ചാർജുകൾ വന്നു കഴിഞ്ഞാൽ ഇവന്മാരെന്ത് ചെയ്യും? റിപ്പല്ല് ചെയ്യും. അപ്പൊ ഒരു തീറ്റ ആംഗിളാണ് എന്ത് ചെയ്തത്? ഡീവിയേറ്റ് ചെയ്ത് പോയത്. ഇനി ഞാൻ പറയുന്ന കാര്യം കേൾക്കാം. ഓക്കെ, ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ സെന്റർ ഭാഗം, അതായത് എന്താണ്? ഈ ഭാഗം. ഓക്കെ, ന്യൂക്ലിയസിന്റെ സെന്റർ ഭാഗവും ഈ വരുന്ന ഇൻസിഡന്റ് ആൽഫ പാർട്ടിക്കിൾസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ എന്താ പറഞ്ഞ? ഈ വരുന്ന ഇൻസിഡന്റ് ആൽഫ പാർട്ടിക്കിൾസും ന്യൂക്ലിയസിന്റെ സെന്റർ ഭാഗവും തമ്മിലുള്ള ഡിസ്റ്റൻസ്. എന്ത് ഡിസ്റ്റൻസ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഇമ്പാക്ട് പാരാമീറ്റർ. എന്താണ് ഇമ്പാക്ട് പാരാമീറ്റർ? സാധനം വായിച്ചുതരാം. ഇമ്പാക്ട് പാരാമീറ്റർ ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ, അതായത് ആൽഫ പാർട്ടിക്കിൾസ് and the center of the nucleus. ഒന്ന് നിങ്ങൾ വായിച്ചേ. Impact parameter is the perpendicular distance of initial velocity vector of the alpha particles and the center of the nucleus. അതായത് ന്യൂക്ലിയസിന്റെ സെന്ററും വരുന്ന ഇൻസിഡന്റ് ആൽഫ പാർട്ടിക്കിൾസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? ബി അഥവാ ഇമ്പാക്ട് പാരാമീറ്റർ. കുഴപ്പമുണ്ടോ? സിമ്പിൾ അല്ലേ?
ഈ ചാപ്റ്ററിന്റെ അകത്ത് വരുന്ന ഒരു നമുക്ക് ഇതുവരെ നമുക്ക് കേൾക്കാത്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതായിരിക്കും. ഓക്കെ, ഇമ്പാക്ട് പാരാമീറ്റർ. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കണോട്ടാ. നിർബന്ധമാണ് ഇമ്പാക്ട് പാരാമീറ്റർ എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഫിഗർ വരയ്ക്കണം, എന്നിട്ട് വേണം കാര്യങ്ങൾ എഴുതാൻ. ഇമ്പാക്ട് പാരാമീറ്ററിനെ കുറിച്ച് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് പറയാൻ. ഓക്കെ, ഇമ്പാക്ട് പാരാമീറ്ററിലുള്ള കാര്യമാണ്. നോക്കേ, what is the importance impact parameter on the determine the trajectory of the alpha particles? നോക്കേ, head on collision the impact parameter 0, the alpha particles rebound back. അത് ഞാൻ കാണിച്ചുതരാം. എന്താ പറഞ്ഞേ നിങ്ങൾ നോക്കിട്ടാ. ഇതിപ്പോ എന്തായിരുന്നു, ആൽഫ പാർട്ടിക്കിൾസ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്തത്, പോയത്. ഇനി ഇതാണ് എന്ത്, ബിന്റെ വാല്യൂ, അതായത് സെന്ററും വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ബി. ബിന്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കാം. ബിന്റെ വാല്യൂ 0 ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതിൽ കൂടെ ആയിരിക്കും ആൽഫ പാർട്ടിക്കിൾസ് പോണത്? നോക്കിയേ, ആൽഫ പാർട്ടിക്കിൾസിന് ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്, ആൽഫ പാർട്ടിക്കിൾസിന് റെഡ് കൊടുക്കാം. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾസ് എന്ത് കൊടുക്കാം, റെഡ് കൊടുക്കാം. നോക്കിക്കോട്ടാ, ബി 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു പർട്ടിക്കുലർ ഡേ ഈ ഡിസ്റ്റൻസിലായിരുന്നു പോയിരുന്നത്. എന്നാൽ ബി 0 ആയി കഴിഞ്ഞാൽ ഏത് ഡിസ്റ്റൻസിൽ പോകും? നോക്കിയേ, ഇങ്ങനെ പോവും ആൽഫ പാർട്ടിക്കിൾസ്. ഓക്കെ, എങ്ങനെ പോവും? ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോവും, അതായത് മറ്റേ ന്യൂക്ലിയസിന്റെ സെന്റർ ഭാഗത്ത് കൂടെ പോകും. ഓക്കെ, അപ്പൊ സെന്റർ ഭാഗത്ത് കൂടെ ആൽഫ പാർട്ടിക്കിൾസ് പോയി കഴിഞ്ഞാൽ ഒറ്റ പോക്ക് എന്ത് ചെയ്യും, തിരിച്ചു വരും. പോണ പോലെ തന്നെ എന്ത് ചെയ്യും, തിരിച്ചു വരും. കാരണം എന്താണ്, പോണവൻ പോസിറ്റീവ് ചാർജ് ആണ്. അതെങ്ങാട്ടിക്കാണ് പോണത്, ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജിന്റെ കറക്റ്റ് സെന്ററിലോട്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെയും പോസിറ്റീവ് ചാർജ്, ഇവിടെയും പോസിറ്റീവ്, പോയ പോലെ തന്നെ തിരിച്ചു വരും. റീബൗണ്ട് ബാക്ക് എടുത്തും. അവിടെ നടക്കുന്നത് റീബൗണ്ട് ബാക്ക്, അതായത് റിഫ്ലക്ട് ചെയ്യുക. എപ്പോ ബി ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ, എപ്പോഴാണ് ബി ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ റീബൗണ്ട് ബാക്ക് എടുത്ത്. നോക്കിയേ, ഹെഡ് ഓൺ കൊളീഷൻ, ആ വിളിക്കുന്ന പേര്, ആ ഒരു സംഭവത്തിന്, ആ ഒരു കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് എന്ത്, ഹെഡ് ഓൺ കൊളീഷൻ. ആ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് എന്ത്, ഹെഡ് ഓൺ കൊളീഷൻ. ഹെഡ് ഓൺ കൊളീഷനിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും, അതായത് ഇമ്പാക്ട് പാരാമീറ്റർ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, റീബൗണ്ട് ബാക്ക് ചെയ്യും. പോയ പോലെ തന്നെ തിരിച്ചു വരിക. അടുത്ത കണ്ടീഷൻ എന്താണ് പറയൂ? അടുത്ത കണ്ടീഷൻ ലാർജ് ഇമ്പാക്ട് പാരാമീറ്റർ ആണെന്ന് വിചാരിക്കുക. എന്താണ്, ലാർജ് ഇമ്പാക്ട് പാരാമീറ്റർ ആണെങ്കിൽ സ്കാറ്ററിംഗ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് തീറ്റ approximately equal to 0. Such alpha particles go undeviated. എന്ത് മനസ്സിലായി? സാർ വരച്ച് കാണിച്ചു തരാം. അതായത് എന്താണ് മക്കളെ പറഞ്ഞത്? നോക്കിയേ, ഇത് നോക്കിയേ, ലാർജ് ഇമ്പാക്ട് പാരാമീറ്റർ ആണെങ്കിൽ നോക്കിയേ, ഇത് കൂടി മാറ്റോട്ടാ. നോക്കിട്ടാ, ഇതാണ് എന്ത് ന്യൂക്ലിയസിന്റെ സെന്റർ ഭാഗം. ഓക്കെ, ലാർജ് ബി ആണെങ്കിൽ, ഇനി ഇത് മാറ്റാം, ബിന്റെ വാല്യൂ ലാർജ് ആണെങ്കിൽ, ഓക്കെ, ലാർജ് ആണെങ്കിൽ, അതായത് എന്താണ്, ഇതാണ് എന്ത് സെന്റർ, ന്യൂക്ലിയസിന്റെ സെന്റർ ഭാഗവും ഇവനാണ് മറ്റേ ആൽഫ പാർട്ടിക്കിൾസ്. ഇത് സെന്റർ, ഇത് ആൽഫ പാർട്ടിക്കിൾസ്, ഇത് തമ്മിലുള്ള ആംഗിൾ ആണ്, അല്ല ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബി. അപ്പോ ഈ ബിന്റെ വാല്യൂ കൂടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ കൂടെ പോയെന്ന് വിചാരിക്കാം. ഇത്രയും ഡിസ്റ്റൻസിൽ ആര് പോണ്, ആൽഫ പാർട്ടിക്കിൾസ് പോണ്. ഇത്രയും ഡിസ്റ്റൻസിൽ ആര് പോണ്, ആൽഫ പാർട്ടിക്കിൾസ് പോകുമ്പോ നോക്കിയേ, ഇങ്ങനെയല്ലേ പോവാ? അതായത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഞാൻ നേരത്തെ വരച്ച പടത്തിൽ നേരത്തെ ഇവിടെ നിന്ന് ഒരു ഡീവിയേഷൻ ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ ആ ഡീവിയേഷൻ കാണണ്ട, ഇല്ല. അതായത് ന്യൂക്ലിയസിന്റെ ചാർജുകളൊക്കെ ഇവിടെയാണ്, അതായത് ഈ ഒരു റേഞ്ചിലെ മാത്രം കിട്ടുള്ളൂ. ഓക്കെ, അതിന്റെ അപ്പുറത്ത് കൂടെ ആൽഫ പാർട്ടിക്കിൾസ് പോയെന്ന് വെച്ചിട്ട് എന്തുണ്ടാവണം, അവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഒരു പോസിറ്റീവ് ചാർജിന്റെ അടുത്ത് കൂടെ വരുന്നതിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡീവിയേറ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരു അപ്പുറത്ത് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഡീവിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, അതിനുള്ള ഇതില്ല. ഓക്കെ, അതിന് അത്രപ്പുറത്തെ ചാർജ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഓക്കെ, ഒന്നത് ആറ്റത്തിന്റെ കാര്യം പറയുന്നത്, അതായത് ഒരു ചെറിയ രീതിയിൽ, അതായത് ഇപ്പൊ ഈ ഒരു റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ഡീവിയേറ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു വാല്യൂ കൂടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, ഡീവിയേഷൻ സംഭവിക്കില്ല. ഓക്കെ, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ഇമ്പാക്ട് പാരാമീറ്ററിന്റെ വാല്യൂ ലാർജ് ആകുമ്പോൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. 2 പോയിന്റ് ഉണ്ട്. ഒന്നാമത്തേത് ഹെഡ് ഓൺ കൊളീഷനിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അവിടെ എന്ത് സംഭവിക്കും, റീബൗണ്ട് ബാക്ക് നടത്തും, പോയ പോലെ തന്നെ തിരിച്ചു വരും. ഇനി രണ്ടാമത്തെ കാര്യം, ലാർജ് ബി വാല്യൂ ആണെങ്കിൽ, ബിന്റെ വാല്യൂ ലാർജ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല, ഒരു ഡീവിയേഷനും സംഭവിക്കില്ല. They're undeviated എന്ത്, ആൽഫ പാർട്ടിക്കിൾസ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.
ഇനി വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് ഫോർ ആൻ ഇമ്പാക്ട് പാരാമീറ്റർ 0? ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് എത്രയായിരിക്കും? ബിന്റെ വാല്യൂ 0 ആണെങ്കിൽ, അതായത് അല്ലേ ബിന്റെ വാല്യൂ 0 എന്ന് ചോദിക്കാം. അപ്പൊ ഹെഡ് ഓൺ കൊളീഷൻ അല്ലേ ഹെഡ് ഓൺ കൊളീഷൻ ആണ്. അപ്പോ ഹെഡ് ഓൺ കൊളീഷന്റെ ഇവിടെ പോയിട്ട് എന്ത് സംഭവിച്ചു? സെന്ററിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇങ്ങനെ പോയി സെന്ററിൽ പോയിട്ട് തിരിച്ചു വന്നു. അതിനർത്ഥം ഇവിടുത്തെ ആംഗിൾ എന്താണ്? 180 അല്ലേ? ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി അല്ലേ? ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി അല്ലേ? നോക്കിയേ. അപ്പൊ സ്കാറ്ററിംഗ് ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇമ്പാക്ട് പാരാമീറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. എന്താണ് ഇമ്പാക്ട് പാരാമീറ്റർ? ഏതാ? 2 പോയിന്റ്സ്, ഹെഡ് ഓൺ കൊളീഷനും ലാർജ് ബി വാല്യൂ ആണെങ്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തതിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തതാണ് മക്കളെ എന്ത്? ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ്. എന്ത് സാധനം കണ്ടുപിടിച്ചാലും കുറ്റവും കുറവില്ലാണ്ട് നേരില്ല അല്ലെ? അതേപോലെ തന്നെ പുള്ളി പറഞ്ഞ ആറ്റത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെ, ഇയാളാണ് ആറ്റം എന്താണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ആളി റൂദർഫോർഡ്. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് ക്രിമിയേടി തുടങ്ങി. ക്രിമിയേടി ഒന്നല്ല, എന്നാലും ഇപ്പൊ അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അതെ, നമ്മുടെ ഇപ്പൊ അതിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്തു? റൂദർഫോർഡ് ഒതുങ്ങി. റൂദർഫോർഡിനോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ച ഒരു എക്സ്പെരിമെന്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കത് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അയാൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതെന്തായി പോയി. പിന്നെ വേറെ ആൾക്കാർ വന്നു, ബോർ വന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് പറയാം എന്താണ് റൂദർഫോർഡിന് ഉണ്ടായ ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ റൂദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്. ഓക്കെ, ഒരാൾ വന്ന് ചോദിക്കും. ഇപ്പൊ ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ സാധാരണ ഇപ്പൊ സാറുമാരത്ത് കാണിക്കുകയാണെങ്കിൽ, ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിൽ സാറമ്മ ചോദിക്കും, എന്താണ് ഒരു ചോദ്യം ചോദിക്കണം. അപ്പൊ അതിനെ എന്നെ കൊണ്ട് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ അതെന്തായി? ആ എക്സ്പെരിമെന്റ് പോയി. ഓക്കെ, അപ്പൊ എന്താണ് പുള്ളി എടുത്ത് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. റൂദർഫോർഡ് മോഡൽ could not explain the stability of matter. Okay, stability of matter. The accelerated electrons revolving around the nucleus lose energy and must spiral into nucleus. This contradicts the stability of matter. അതായത് ഇയാൾ പറഞ്ഞത് എന്താണ്? ന്യൂക്ലിയസ് ഇത് ഓക്കെ, ഇതിന് ചുറ്റും ആര് കടന്നു പോകുന്നുണ്ട്? ഇലക്ട്രോൺസ് ചുറ്റിനും കറങ്ങുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോൺസ് ചുറ്റിനും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് കറങ്ങുമ്പോൾ ഇലക്ട്രോൺസിന് ആക്സിലറേറ്റഡ് ചാർജസ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇലക്ട്രോൺസിന്റെ ഓട്ടം അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങി? നല്ല ചാർജിൽ നല്ല ആക്സിലറേറ്റ് ചെയ്ത് ഓടാൻ തുടങ്ങി. അതായത് നല്ല രീതിക്ക് എന്ത് ചെയ്തു? റിവോൾവ് ചെയ്യാൻ തുടങ്ങി. അപ്പോ എന്ത് ചെയ്യും? അതിന്റെ എനർജി പുറത്തോട്ട് വിടും. പുറത്തോട്ട് വിട്ട എനർജി, അതായത് എനർജി ഒക്കെ പുറത്തോട്ട് വിടുമ്പോൾ അവന്മാരെ എനർജി കുറയും അല്ലെ? സ്വാഭാവികപരമായിട്ട് എന്ത് കുറയും? എനർജി പുറത്തോട്ട് വിടുന്നതനുസരിച്ച് എനർജി എന്ത് ചെയ്യും? കുറയും. അങ്ങനെ കുറഞ്ഞ് അവസാനം ന്യൂക്ലിയസിൽ വന്ന് പതിക്കണം. ഇലക്ട്രോൺസിന്റെ എനർജി വെച്ചിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന്റെ എനർജി പുറത്തോട്ട് വിടുന്നു. ഇലക്ട്രോൺസിന്റെ എനർജി എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് വിടുന്നു. അങ്ങനെ പുറത്തോട്ട് വിട്ട് ഇതെന്ത് ചെയ്യും? കറങ്ങി എനർജി ഇല്ലല്ലോ, കറങ്ങാൻ എനർജി ഇല്ലല്ലോ. അങ്ങനെ കറങ്ങി അവസാനം ഇത് എവിടെ വന്ന് പതിക്കണം? ന്യൂക്ലിയസിൽ വന്ന് പതിക്കണം. എന്നാൽ ആറ്റംസിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് റൂദർഫോർഡിനോട് ചോദിച്ചപ്പോൾ അയാൾക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ അത് ഒന്നാമത്തെ റീസൺ. ഇനി എന്താണ് മക്കളെ രണ്ടാമത്തെ റീസൺ? ഇറ്റ് കാനോട്ട് എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈൻ സ്പെക്ട്ര ഓഫ് ആറ്റം. ഓക്കെ, എന്താണ് ലൈൻ സ്പെക്ട്രം? ഹൈഡ്രജൻ ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ ലൈൻ സ്പെക്ട്രം എങ്ങനെയാണ് എനർജി കിട്ടുമ്പോഴും എനർജി പോകുമ്പോഴും ഇലക്ട്രോൺസുകൾ പോകുന്നതുമായിട്ടുള്ള ഒരു ലൈൻ സ്പെക്ട്രം ആരെക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല? മൂപ്പരെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് സ്റ്റെബിലിറ്റി. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയും രണ്ടാമത്തെ എന്താ? ലൈൻ സ്പെക്ട്ര ഓഫ് ആറ്റം. ആറ്റത്തിന്റെ ലൈൻ സ്പെക്ട്രവും ആരെക്കൊണ്ട് റൂദർഫോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതാണ് അവന്മാരുടെ റൂദർഫോർഡിന്റെ ടീമിന്റെയും ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കളെ. അടുത്ത പോയിന്റ് ആണ് എന്ത് ചെയ്യും? റേഡിയസിന്റെ എക്സ്പ്രഷൻ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ റേഡിയസിന്റെ എക്സ്പ്രഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ Rn ഈക്വൽ ടു നോക്കട്ടാ, റേഡിയസിന്റെ ഇക്വേഷൻ ആണ് Rn ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 ബൈ പൈ ഇൻറ്റു m e സ്ക്വയർ. നോക്കിയേ, n സ്ക്വയർ h സ്ക്വയർ, ഇതാണ് ഇക്വേഷൻ. എന്താണ് റേഡിയസിന്റെ ഇക്വേഷൻ? r ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ.
എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ബൈ പൈ ഇൻറ്റു എം ഇ സ്ക്വയർ. എൻ എന്താണ് മക്കളെ? എൻ എന്താണ്? എന്നിന്റെ വാല്യൂ എന്താണെന്ന് അറിയോ? എൻ ഈക്വൽ ടു 0 1 2 3. ഓക്കെ, എന്നിന്റെ വാല്യൂസ് ആണിത്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എച്ച് എന്ന് പറഞ്ഞാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇനി എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇനി പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ എന്താണ്? 3.14. ഇനി എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിന്റെ ചാർജ്. ഓക്കെ, ഇലക്ട്രോൺസിന്റെ ചാർജ് 1.67 into 10⁻⁻90. ഓക്കെ, അപ്പൊ ഇതായിരുന്നു എന്ത്? ഇതായിരുന്നു എന്ത്? എന്ത്? റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ ആണോ? റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇനി അപ്പൊ ഒന്ന് നോക്കി, ഇത് ആറും എന്നും തമ്മിൽ പ്രപ്പോർഷണൽ അല്ലേ? ഇത് നോക്കി, ഞാൻ ഇവിടെ കാണിച്ചതാ. Rn പ്രപ്പോർഷണൽ ടു എൻ സ്ക്വയർ ആണ്. Rn പ്രപ്പോർഷണൽ ടു എന്താണ്? എൻ സ്ക്വയർ ആണ് അല്ലേ? ആറിനോട് പ്രപ്പോർഷണൽ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ത്? എൻ സ്ക്വയർ. അപ്പോൾ Rn ഈക്വൽ ടു എൻ സ്ക്വയർ Rn. ഇതൊരു റിലേഷൻ ആണ് കേട്ടാ. ഇതൊരു റിലേഷൻ ആണ്, പഠിച്ചു വെക്ക. Rn ഈക്വൽ ടു, ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ nth റേഡിയസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈക്വേഷൻ ചെയ്താൽ മതി. എൻ സ്ക്വയർ R1. ഓക്കെ, ക്വസ്റ്റ്യൻ വല്ലതും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈക്വേഷൻസ് ഉപയോഗിച്ചാൽ മതി. അതായത് നമ്മൾ പഠിച്ചു വെക്കാം എന്താണ്? Rn ഈക്വൽ ടു എൻ സ്ക്വയർ Rn. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോവാ. എന്താണ് അടുത്തത്? എക്സ്പ്രഷൻ ഫോർ എനർജി ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു ചാർജ്, ഇത് വേറൊരു ചാർജ്, ഇത് പ്ലസ് ക്യൂവ്, ഇത് മൈനസ് ക്യൂവ്, ഡിസ്റ്റൻസ് r ആണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ഇക്വേഷൻ? എഫിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 Q1 Q2 by r² എന്നാണോ? നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചാർജിന് പകരം നോക്കിയേ, രണ്ട് ചാർജിന് പകരം ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ട് ചാർജിന് പകരം എന്താണ്? ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കാം. അപ്പോ ഇവന്മാരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിക്കാം. ഇവന്മാരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? r ആണെന്ന് വിചാരിക്കാം. അപ്പൊ എഫിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? 1/4πε0 E into E by r². അതായത് എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 E സ്ക്വയർ ബൈ r². ഈ സ്ക്വയർ ആണ് ട്ടാ. ഈ സ്ക്വയർ ആണ്. ഈ സ്ക്വയർ കുഴപ്പമുണ്ടാ? ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാ? നോട്ട് ചെയ്യാം. നോക്കിക്കോട്ടാ. ഓക്കെ, ഇതിന്റെ ഇപ്പൊ പറയാൻ കാരണം എന്താണ്? എന്താ കണ്ടുപിടിക്കാൻ പോണേ? എനർജി കണ്ടുപിടിക്കാൻ പോണ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ അകത്ത് ആരൊക്കെ ഉള്ളത്? പ്രോട്ടോൺസും ഇലക്ട്രോൺസും. ഓക്കെ, പ്രോട്ടോൺസ് എവിടെ? ന്യൂക്ലിയസിൽ. പുറത്താരുണ്ട്? ഇലക്ട്രോൺസിന്റെ അതായത് റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ അതുണ്ടാവുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എന്ത്? 1/4πε0 E സ്ക്വയർ ബൈ r. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ കാര്യം ഇവിടെ ഞാൻ എഴുതി വെക്കുകയാണ്. എന്തായിരുന്നു കാര്യം? എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 എന്തായിരുന്നു ഇക്വേഷൻ? E സ്ക്വയർ ബൈ r². ഓക്കെ, ഇതെവിടെ ഇരിക്കട്ടെ. എന്തിന്റെ ഇക്വേഷൻ ആയിരുന്നു? ഇലക്ട്രോൺ. ഓക്കെ, ഈ കറങ്ങുന്ന ഇലക്ട്രോൺസ് അതായത് Fe എന്തിനോട് ഈക്വൽ ആയിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഇലക്ട്രോൺസ് കറങ്ങുന്നു. ഓക്കെ, അതിലൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്തിനോട് ഈക്വൽ ആണ്? സെൻട്രിപെറ്റൽ ഫോഴ്സിനോട് എന്താണ്? ഈക്വൽ ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഇത് mv² ബൈ r. ഇതാണ് എന്ത്? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. കണ്ട, ഇതാണ് ഇതിന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? ഇത് 1/4πε0 E സ്ക്വയർ ബൈ r² എന്നാണല്ലോ. ആണല്ലോ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആറും വെട്ടിക്കളഞ്ഞു, ഒരെണ്ണം വെച്ച് പോയേ. mv² ഈക്വൽ ടു 1/4πε0 E സ്ക്വയർ ബൈ r എന്ന് വന്നു. ദെൻ v² ഈക്വൽ ടു ഈ m എങ്ങോട്ട് പോകും?
താഴത്തോട്ട് പോകും. ഓക്കെ, 1/4πε0 ഇ സ്ക്വയർ ബൈ എം ആർ. ഇങ്ങനെയാണ് ഇക്വേഷൻ. ഇതെന്തിന്റെ ഇക്വേഷൻ ആണ്? വി സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ എന്തായിട്ടില്ല, വി സ്ക്വയർ മാത്രം കണ്ടുപിടിച്ചു. എന്തിനാണ് ഇപ്പൊ വി സ്ക്വയർ കണ്ടുപിടിച്ചത്? അത് പറഞ്ഞില്ല അല്ലെ. വി സ്ക്വയർ എന്തിനാണ് കണ്ടുപിടിച്ചത്? വി സ്ക്വയർ എന്തിനാണ് കണ്ടുപിടിച്ചത്? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, ഈ വി സ്ക്വയർ ആണ് ഇപ്പൊ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. ഈ വി സ്ക്വയർ ആണ് എന്ത് ചെയ്ത്? കണ്ടുപിടിച്ചത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഇട്ട് കൊടുക്കാം അല്ലെ? എന്തിലിട്ട് കൊടുക്ക? നോക്കട്ടാ. അപ്പൊ എന്തായിരുന്നു? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിന്റെയും സം ആണ്. ഓക്കെ, സം ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണ്. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വിക്ക് പകരം വിക്ക് പകരം എന്തിട്ട് കൊടുക്കാം? ഇത് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/4πε0 ഇ സ്ക്വയർ ബൈ എം ആർ. ഓക്കെ, വൃത്തിക്ക് കാണാല. നോക്കിയേ, ഞാൻ വെട്ടിക്കളയാൻ പോയാണ്. എമ്മും വെട്ടിപ്പോയി. ബാക്കി എന്ത് വരും മക്കളെ? കൈനറ്റിക് എനർജി ഈക്വൽ ടു 1/2 ഇൻറ്റു 1/4πε0 ഇ സ്ക്വയർ ബൈ ആർ. ഇത് രണ്ടും ഇൻറ്റു ചെയ്തൂടെ? അപ്പൊ എന്തൊരു ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ 8π 2 × 4 8 8πε0 ആർ. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? കൈനറ്റിക് എനർജി, അതായത് ആറ്റത്തിന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ 8πε0 കുഴപ്പമില്ലല്ലോ. ഇനി എന്ത് കണ്ടുപിടിക്കണം? പൊട്ടൻഷ്യൽ എനർജി. മക്കളെ, പൊട്ടൻഷ്യൽ എനർജി ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഞാൻ ദേ ഇവിടെ എഴുതിയിടേണ്ടല്ലാനും. അപ്പോ എന്തായിരുന്നു കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഇ സ്ക്വയർ ബൈ 8πε0 ആർ. ഇങ്ങനെ എഴുതുന്നു ഇക്വേഷൻ. 8πε0 ആർ. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. മക്കളെ, പൊട്ടൻഷ്യൽ എനർജി ഇല്ലടാ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. എന്താണ് ഇക്വേഷൻ? -e² ബൈ 4πε0 ആർ. ഓക്കെ, ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? ഇത് കാണാണ്ട് പഠിക്കണോട്ടാ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണിത്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എവിടെ? ആറ്റത്തിന്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ എനർജി, അതായത് ഇലക്ട്രോൺസിന്റെ പൊട്ടൻഷ്യൽ എനർജി ആണിത്. ഇതാണ് എന്ത്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 2 എനർജി ആയി. അതായത് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് സം ഓഫ് അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിന്റെയും സം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം? രണ്ടും കൂടി കൂട്ടാം. ടോട്ടൽ എനർജി ഈക്വൽ ടു പറഞ്ഞേ കൈനറ്റിക് എനർജി ഇ സ്ക്വയർ ബൈ 8πε0 ആർ പ്ലസ് -e². ഓക്കെ, അപ്പൊ പ്ലസിന് പകരം എന്താവും? അത് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. നോക്കിയേ, ഇ സ്ക്വയർ ബൈ 8 അല്ല 4 അല്ലേ? 4πε0 ആർ. ഇവിടെ മൈനസ് ഉള്ള കാരണം ഇതെന്തായി മാറും? മൈനസ് ആയിട്ട് മാറും കേട്ടാ. ഓക്കെ, നോക്കിയേ, അപ്പൊ ഇവിടെ മൈനസ് വന്നു. കുഴപ്പമില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കിയാടാ, ഇവിടെ കോമൺ ആയിട്ടുള്ളതിന് എന്ത് ചെയ്യാം? പുറത്തോട്ട് എടുക്കുക. കോമൺ ആയിട്ട് ഇവിടെ ആരുള്ളത്? ഇ സ്ക്വയർ ബൈ 4πε0 അല്ലേ? ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട് അല്ലേ? എല്ലാം കോമൺ ആണ്. 8ഉം 4ഉം. ഓക്കെ, 8ല് എന്ത് കോമൺ ആണ്? 4 കോമൺ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഈ ഒരു ഇക്വേഷൻ, അതായത് ഇ സ്ക്വയർ ബൈ 4πε0 ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആക്കി എടുക്കാം. ഓക്കെ, എന്ത് ചെയ്തു? ഇ സ്ക്വയർ ബൈ 4πε0 ആർ എന്ന് പറയുന്ന ഇക്വേഷൻ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ബാക്കി ഒരു 1/2 ഉണ്ടാവും അല്ലെ? നിങ്ങൾ ഇൻഡ്യൂ ചെയ്ത് നോക്ക്. ഓക്കെ, 1 2 കഴിയുമ്പോൾ എന്താവും? 8πe². ഓക്കെ, നടുക്കുന്നുണ്ട്, മൈനസ് ഉണ്ട്. ഇപ്പുറത്ത് എന്തുണ്ടാവും? ഒരു 1 ഉണ്ടാവും. ഓക്കെ, കുഴപ്പമുണ്ടോ? ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ 1/2 - 1 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇപ്പുറത്തോട്ട് പോകും. അപ്പൊ എന്ത്? ക്രോസ് മൾട്ടിപ്ലൈ 2
ബൈ ടു എന്തായി 1 നിന്ന് 2 പോയി കഴിഞ്ഞാൽ -1/2. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? -1/2. ടോട്ടൽ എനർജി ഈക്വൽ ടു E²/4πε0 r. ഇപ്പുറത്ത് എന്ത് വന്നു? -1/2 വന്നു. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറി? ഈ 2 × 4 എന്താവും? 8 ആവും. അപ്പോ ടോട്ടൽ എനർജി ഈക്വൽ ടു E²/ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടാ, ദേ മൈനസ്. ഈ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു. ഓക്കെ, ദേ നോക്കിട്ടാ, ലാസ്റ്റ് ഫൈനൽ ആൻസർ നമ്മള് ടോട്ടൽ എനർജി ഈക്വൽ ടു മൈനസ് ഇൻറ്റു E². അപ്പോ എന്ത് വന്നു? -E² ഡിവൈഡഡ് ബൈ 2 × 4 8πε0 r. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? ടോട്ടൽ എനർജി ഓഫ് ഹൈഡ്രജന്റെ എക്സ്പ്രഷൻ. നോക്കിയേ എനർജി ഈക്വൽ ടു എന്താണ്? -E² 8πε0 r. കുഴപ്പമില്ലല്ലോ ഇക്വേഷൻ? കുഴപ്പമില്ലല്ലോ, ചെറിയൊരു ഡെറിവേഷൻ അല്ലേ, മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോവാട്ടോ. ഇതാണ് മക്കളെ എന്ത്? ലൈൻ സ്പെക്ട്രം. ഓക്കെ, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇതാണ് എന്ത് ചെയ്യുക? ഈ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വരയ്ക്കണോട്ടാ. വരച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അതായത് ലൈൻ സ്പെക്ട്രം, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി. ആരെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്, റൂദർഫോർഡിനെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം കേട്ടാ. അത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചതാണ്, ഞാനായിട്ട് തുടങ്ങുന്നതല്ല. അപ്പൊ എന്ത് ചെയ്യാം? ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് നോക്കി, ഇത് വൺ സ്റ്റേജ് ആണെന്ന് വിചാരിക്കാം. ഇത് രണ്ടാമത്തെ സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ്, നാലാമത്തെ സ്റ്റേജ്. ഓക്കെ, അതായത് ഇത് സംഭവം എന്താന്ന് മനസ്സിലായ? അതായത് ഇപ്പൊ ഒരു ന്യൂക്ലിയസ് ഇവിടെ ഇരിക്കണം. ഓക്കെ, അതിന് ചുറ്റും ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ടല്ലേ, ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോ ബോർ മോഡൽ പറഞ്ഞ എന്താണ്? ഇതൊക്കെ ഈ ഇലക്ട്രോൺസ് ചുറ്റും കറങ്ങണമെങ്കിൽ അതിന് ഒരു നിശ്ചിത ഓർബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ ഈ കറങ്ങുന്ന ഇലക്ട്രോൺസിന് എന്തുണ്ടാവും? അതിന് എന്താണ്? എനർജി ഉണ്ടാവും. ഓക്കെ, അതായത് ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും എനർജി എന്ത് ചെയ്യും? കൂടി വരും. ഓക്കെ, ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും എന്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് അകലുന്ന ഓർബിറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവും? എനർജി ഉണ്ടാവും. ന്യൂക്ലിയസിനോട് അടുത്ത് വരുമ്പോഴും എന്ത് കുറയും? എനർജി കുറയും. അപ്പോ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇലക്ട്രോൺസിന് എന്ത് ചെയ്തു? എനർജി കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോ മൂന്നാമത്തെ ഓർബിറ്റിൽ കടന്ന് കറങ്ങണേന്ന് വിചാരിക്കാം. മൂന്നാമത്തെ ഓർബിറ്റിൽ കടന്ന് കറങ്ങുന്ന ഒരു ഇലക്ട്രോണിന് എനർജി ഉള്ളതുകൊണ്ടാണ് മൂന്നാമത്തെ ഓർബിറ്റിൽ കടന്ന് കറങ്ങുന്നത്. അതായത് കൂടുതൽ എനർജി ഉള്ളതുകൊണ്ട്. ഓക്കെ, ന്യൂക്ലിയസും ഇവനും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് എന്തുണ്ടാവും? എനർജി കൂടുതലായിരിക്കും. ആർക്ക്? ഈ ഇലക്ട്രോണിന്. അപ്പൊ ഇവൻ കുറെ നേരം എനർജി പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? റിലീസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? എനർജി എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. ഓക്കെ, എനർജി എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. റിലീസ് ചെയ്ത ഇലക്ട്രോൺസ് അതിന്റെ എനർജി കുറഞ്ഞു. ഓക്കെ, അതായത് ഇപ്പൊ മൂന്നാമത്തെ ഓർബിറ്റിൽ കടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ എനർജി പോയപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? മോളിൽ നിന്ന് താഴത്തോട്ട് വീഴാൻ തുടങ്ങി. ഓക്കെ, മോളിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? താഴത്തോട്ട് വീഴാൻ തുടങ്ങി. അതായത് ഇതിപ്പോ നാലാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ ഇവൻ ചെന്ന് വീഴണത് ഒന്നാമത്തേലോട്ടാണെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ഓർബിറ്റിലോട്ടാണെന്ന് വിചാരിക്കുക. പറഞ്ഞ കാര്യം മനസ്സിലായ? അതായത് നാലാമത്തെ ഓർബിറ്റിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിന്റെ എനർജി നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വന്ന് വീഴണത് ഒന്നാമത്തെ ഓർബിറ്റലിലാണെങ്കിൽ, അതായത് ഒന്നാമത്തെ ഓർബിറ്റലിലാണെങ്കിൽ ആ ഒരു സീരീസിനെ എന്ത് വിളിക്കും? ലൈൻമാൻ സീരീസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ലൈൻമാൻ സീരീസ്. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു മക്കളെ? ഇപ്പോ 4 തന്നെ ആവണമെന്നില്ല. നോക്കിയേ, 2, 3, 4 2, 3, 4 ഉള്ള ഇലക്ട്രോൺസുകളെ അവന്മാരുടെ അവന്മാരുടെ എനർജി നഷ്ടപ്പെടുമ്പോൾ തിരിച്ചു വീഴുന്നത് ഒന്നിലോട്ടാണെങ്കിൽ, എങ്ങോട്ടാണെങ്കിൽ? ഒന്നിലോട്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻമാൻ സീരീസ്. സോ അങ്ങനെയാണെങ്കിൽ ഈ Ni എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി, NF എഴുതരാം. Ni എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഓർബിറ്റ് ട്ടാ, അതായത് ഫസ്റ്റത്തെ എവിടെയാണോ അവിടെ. NF എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ഓർബിറ്റ്. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടാവില്ല. ഇനി നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ, സോറി, NF ഈക്വൽ ടു 2, Ni ഈക്വൽ ടു 3, 4, 5.
ഇത് നോക്കിയേ, ഇതെങ്ങനെ വായിക്കേണ്ടത്? 2, 3, 4, 5 എക്സെട്ര എവിടം വരെ ഉള്ള ഇലക്ട്രോൺസുകള് എനർജി നഷ്ടപ്പെടുമ്പോൾ തിരിച്ചു വീഴുന്നത് 2 ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാൾമർ സീരീസ്. എന്താണ്? ബാൾമർ സീരീസ്. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതും കൂടി പറയും, NF = 3, Ni = 4, 5, 6 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ ഇതൊന്നിങ്ങനെ വായിക്കും, 4, 5, 6 ഈ ഓർബിറ്റിൽ കിടക്കുന്ന ഇലക്ട്രോൺസുകൾ എനർജി നഷ്ടപ്പെട്ടിട്ട് പോയി വീഴുന്നത് 3 പോയി വീഴുന്നത് 3 എന്ന് പറയുന്ന ഓർബിറ്റലുകളിലാണെങ്കിൽ ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പാഷൻ. ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പാഷൻ സീരീസ്. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ എന്തായിരിക്കും? NF = 4, Ni = 4, 5, 6. ഓക്കെ, അതായത് 5, 6, 7. അതായത് 5, 6, 7 ഇവിടെയൊക്കെയുള്ള ഇലക്ട്രോൺസുകൾ അതിന്റെ എനർജി നഷ്ടപ്പെട്ടിട്ട് ചെന്ന് വീഴണത് 4 ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രാക്കറ്റ് സീരീസ്. എന്താണ്? ബ്രാക്കറ്റ് സീരീസ്. ഓക്കെ, അപ്പൊ എത്ര സീരീസുകൾ ഉണ്ട്? ലൈൻമാൻ സീരീസ്, ബാൾമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്. പി ഫണ്ട് എന്ന് പറയുന്ന സീരീസും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ചോദിക്കില്ല കേട്ടോ. ഈ ഒരു 4 സീരീസ് പഠിച്ചാൽ മതി. അപ്പൊ എന്താണ് മക്കളെ എന്താണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ പറയണത്? അതായത് 2, 3, 4 ഉള്ള ഇലക്ട്രോൺസുകൾ അതിന്റെ എനർജി നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വീഴുന്നത് 1 ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് ലൈൻമാൻ സീരീസ്. ഇനി 3, 4, 5 ഈ ഓർബിറ്റിൽ കടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസിന് എനർജി നഷ്ടപ്പെട്ട് അവന്മാര് പോയിട്ട് 2 വീഴുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാൾമർ സീരീസ്. ഇനി 4, 5, 6 ഓർബിറ്റുകളിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസുകൾക്ക് എനർജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്മാര് പോയി വീഴുന്നത് 3 മൂന്നാമത്തെ ഓർബിറ്റുകളിലാണെങ്കിൽ അവന്മാർ വിളിക്കുന്ന പേരാണ് എന്ത്? പാഷൻ സീരീസ്. ഇനി 5, 6, 7, 8, 9 അവിടെ ഒക്കെ ഉള്ള 5 മുകളിലോട്ടുള്ള ഓർബിറ്റിൽ കടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ എനർജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്മാര് പോയി വീഴുന്നത് 4ാമത്തെ ഓർബിറ്റിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രാക്കറ്റ് സീരീസ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? പവർ അല്ലേ? അതെ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോവാ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലൈൻമാൻ സീരീസിലെ അതായത് 2, 3, 4 എന്ന ഓർബിറ്റുകളിൽ കൂടെ കറങ്ങുന്ന ഇലക്ട്രോൺസുകള് 1 വീഴുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ലൈൻമാൻ സീരീസ് ആണെങ്കിൽ. അപ്പോ എനർജി പുറത്തോട്ട് വിടണ്ടല്ല, അത് എന്ത് ഫോമിലായിരിക്കും? UV ഫോമിലായിരിക്കും, അൾട്രാ വയലറ്റ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? UV റീജിയൻ എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് സംഭവം? ലൈൻമാൻ സീരീസിൽ ആ ഇലക്ട്രോൺസ് പുറത്തോട്ട് വിടുന്നത് എന്തിലോട്ടാണ്? എന്ത് ഫോമിലാണ്? UV ഫോമിലാണ്. അതായത് അൾട്രാ വയലറ്റ് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പുറത്തോട്ട് വിടുന്നത്. അതുകൊണ്ട് അതിനെ UV റീജിയൻ എന്ന് വിളിച്ചു. എന്നാൽ 3, 4, 5 ആ ഓർബിറ്റലിൽ കിടക്കുന്ന ഇലക്ട്രോൺസുകൾ 2 തിരിച്ചു വീഴുമ്പോൾ ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് ബാൾമർ സീരീസ്. അപ്പോ അതിന്റെ എനർജി പുറത്തോട്ട് വിടുന്നുണ്ട് അല്ലെ? അതെന്ത് ഫോമിലോട്ടായിരിക്കും? വിസിബിൾ ലൈറ്റിന്റെ ഫോമിലോട്ടായിരിക്കും. അതുകൊണ്ട് ഈ റീജിയൻ എന്ത് വിളിക്കും? വിസിബിൾ റീജിയൻ. കുഴപ്പമുണ്ടാ? ഇനി പാഷൻ സീരീസിൽ എങ്ങനെയായിരിക്കും എനർജി പുറത്തോട്ട് വിടുന്നത്? IR ഫോമിലോട്ടായിരിക്കും. അതായത് ഇൻഫ്രാറെഡ് റീജിയൻ. ആ റീജിയൻ വിളിക്കുന്ന പേരാണ് എന്ത്? IR റീജിയൻ. അതേപോലെ തന്നെയാണ് എന്ത്? ബ്രാക്കറ്റും. അതിന്റെ അത് പുറത്തോട്ട് വിടുന്നത് എന്തായിരിക്കും? ഇൻഫ്രാറെഡ് റേസ് ആയിരിക്കും പുറത്തോട്ട് വിടുന്നത്. അതായത് ഉണ്ടാകുന്ന എനർജി പുറത്തോട്ട് വിടുമെന്ന് പറഞ്ഞു. അത് എന്ത് ഫോമിലാണ്? ലൈൻമാൻ സീരീസിൽ UV ഫോമിലോട്ടായിരിക്കും, അൾട്രാവയലറ്റായിരിക്കും. ഇനി ബാൾമർ സീരീസിൽ വിസിബിൾ ലൈറ്റിലോട്ടായിരിക്കും. പാഷൻ സീരീസിൽ IRന്റെ ഫോമിലോ, അത് ഇൻഫ്രാറെഡ് ഫോർമുലോട്ടായിരിക്കും. ബ്രാക്കറ്റിലും എന്ത് തന്നെയായിരിക്കും? ഇൻഫ്രാറെഡിലോട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ലൈൻമാൻ സീരീസിൽ ലൈസ് ഇൻ ദി റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ആ റീജിയൻ എന്താ വിളിക്കുന്നത്? അല്ലെങ്കിൽ അവിടെ പുറത്തോട്ട് വിടുന്നത് എന്താണ് ഫോം ഓഫ് എനർജിയാണ്? ഏത് ഫോമിലാണ് പുറത്തോട്ട് വിടുന്നത്? ഏത് ഫോമിലോട്ടാണ്? അൾട്രാ വയലറ്റ് റീജിയൻ ആണ് അല്ലെ? ഇനി അടുത്തത് എന്താണ് മക്കളെ?
ബാൾമർ സീരീസിൽ പോണത് വിസിബിൾ റീജിയൻ, പാഷൻ സീരീസിൽ പോണത് ഇൻഫ്രാറെഡ് റീജിയൻ. ദ ഓൺലി പാർട്ട് ഓഫ് ഹൈഡ്രജൻ ആറ്റം ദാറ്റ് ലൈസ് ദി വിസിബിൾ റീജിയൻ. വിസിബിൾ റീജിയനിൽ മാത്രം ഉണ്ടാവുന്ന ആകെയുള്ള ഒരു സ്പെക്ട്രമാണ് എന്ത്? വിസിബിൾ റീജിയനിൽ ഏതായിരുന്നു? ബാൾമർ സീരീസ്. ഓക്കെ ആണോ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തത് ഓക്കെ, ഡി ബ്രോഗ്ലി എക്സ്പ്ലെയിൻ ദി സെക്കൻഡ് പോസ്റ്റുലേറ്റ്സ്. അതായത് ഡി ബ്രോഗ്ലി പറഞ്ഞു. എന്തു പറഞ്ഞു? ഞാൻ ദേ പറഞ്ഞത് കാണിച്ചു തരാം. ഡി ബ്രോഗ്ലി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഇതാണ് ന്യൂക്ലിയസ്. ഓക്കെ, ഇതിന് ചുറ്റും ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിന് ചുറ്റും ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് പാർട്ടിക്കിൾ ആണല്ലോ. ആറ്റംസ് എന്താണ്? പാർട്ടിക്കിൾ ആണ്. അതായത് ആറ്റംസിന് മൂവ് ചെയ്യണത് എന്തിലാണ്? പാർട്ടിക്കൽ ഫോമിലാണ്, പാർട്ടിക്കൽ നേച്ചറിലാണ് ഫോം ചെയ്യുന്നത്. എന്നാൽ ഡി ബ്രോഗ്ലി പറഞ്ഞു പാർട്ടിക്കൽ നേച്ചർ മാത്രമല്ല, എന്ത് നേച്ചറും കൂടിയുണ്ട്? വേവ് നേച്ചറും കൂടിയുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഡ്യുവൽ നേച്ചറിൽ ഒന്നുകൂടി പഠിക്കും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന് എന്ത് നേച്ചർ മാത്രമല്ല, പാർട്ടിക്കൽ നേച്ചർ മാത്രമല്ല, വേവ് നേച്ചറും കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സാധനമില്ലേ, അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യണത് ഇതേ പാർട്ടിക്കിൾ പോലെ ആയിരിക്കും. ഓക്കെ, വേവ് പോലെ ആയിരിക്കും. ഓക്കെ, ആര് മൂവ് ചെയ്യണത്? ഇലക്ട്രോൺസ് മൂവ് ചെയ്യണത് എങ്ങനെയായിരിക്കും? പറ. വേവിന്റെ ഫോമിലായിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതായത് ഇതാണ് ഫിഗർ. ഓക്കെ, ഇതാണ് ഫിഗർ. ഞാൻ വരച്ചതിന് അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഇത് നടുക്കിരിക്കണത് ആരാണ്? ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. നടുക്കിരിക്കണവൻ ന്യൂക്ലിയസ്. ഇവിടെ ആരുണ്ട്? ഇലക്ട്രോൺസ്. അപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യണത്? മൂവ് ചെയ്യണത്. ഓക്കെ, ഇങ്ങനെ പിന്നെ ഇങ്ങനെ മൂവ് ചെയ്യും. കാരണം എന്താണ്? ഡി ബ്രോഗ്ലി പറഞ്ഞത് എന്താണ്? മറ്റേ ഇലക്ട്രോൺസിന് പാർട്ടിക്കൽ നേച്ചർ മാത്രമല്ല, എന്ത് നേച്ചറും കൂടിയുണ്ട്? വേവ് നേച്ചറും കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ വേവ് നേച്ചർ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോക്കി, ഈ ഇവിടെ നിന്ന് ഇവിടം വരെ ഇതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ലാംഡ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് ഒരു ക്രസ്റ്റ്, ഒരു ട്രഫ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? ഒരു ലാംഡ ആക്കാം. അപ്പോ ഇവിടെ ഇത് ഫുള്ളാവാൻ എത്ര ലാംഡ വേണ്ടി വരും? ലാംഡ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇവിടം വരെ ലാംഡ, ഇവിടെ നിന്ന് ഇവിടം വരെ ലാംഡ. അപ്പൊ എത്ര ലാംഡ? 1 2 3 4. 1 2 3 4. അതായത് 4 ലാംഡകൾ ചേർന്നത് എന്താണ്? ഇതൊരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 4 ലാംഡകൾ ചേർന്നത് എന്തായിരിക്കും? സർക്കിളിന്റെ സർക്യൂംഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചുറ്റളവായിരിക്കും. ഓക്കെ, അതിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? 2πr അല്ലേ? സർക്കിളിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ ചുറ്റളവാണുള്ള ഇക്വേഷൻ എന്താണ്? 2πr. ഈ ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം 4 ലാംഡകൾ ചേർന്നത് എന്താണ്? അതിന്റെ ചുറ്റളവാണ്. ഓക്കെ, എപ്പോഴും 4 ലാംഡ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 4 ലാംഡ എന്നുള്ളത് n ലാംഡ എന്ന് എഴുതാം. n ലാംഡ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2πr എന്ന് എഴുതാം. 2πr. കുഴപ്പമുണ്ടോ മക്കളെ? വേറെ n ഈക്വൽ ടു എന്തായിരിക്കും? n ന്റെ വാല്യൂ എവിടെ വരെയും പോവാം? 1 2 3 എക്സെട്ര. ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, n ലാംഡ ഈക്വൽ ടു 2πr. കുഴപ്പമുണ്ടോ? ഈ ലാംഡ എന്ന് പറഞ്ഞവനില്ലടാ, ഈ ലാംഡ എന്ന് പറഞ്ഞവൻ ഇതാണ്, h/mv ആണ്. ലാംഡ എന്ന് പറഞ്ഞവന്റെ ഇക്വേഷൻ ആണ് എന്ത്? h/mv. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞടാ, n into h/mv equal to 2πr. കുഴപ്പമുണ്ടോ? ഇല്ലല്ല, ഇതിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പമില്ല അല്ലേ സാർ? അപ്പോ ഇനി ഞാൻ ചെയ്യാൻ പോണത്, ഈ ആറിനെ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, എന്നിട്ട് 2π താഴത്തോട്ടും mv അപ്പുറത്തോട്ട് കൊണ്ടുകഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ mv ആദ്യം എഴുതേണ്ട, mv താഴത്തോട്ട് പോയ mv ഇവിടെ ഉണ്ട്. ബാക്കി ഇവിടെ ആരുണ്ട്? r ഈക്വൽ ടു മോളില് nh. ഈ സാധനം ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താ? താഴത്തോട്ടോ, nh/2π. ഓക്കെ, mvr ഈക്വൽ ടു എന്താണ് മക്കളെ? nh/2π. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? ഡി ബ്രോഗ്ലി ഇക്വേഷൻ. ഓക്കെ, ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആട്ടാ. ഇതൊരു ചെറിയ ഇക്വേഷൻ ആണ്. ഓക്കെ, എന്താണ്? mvr ഈക്വൽ ടു
NH/2π. ഇത് പഠിച്ചു വെക്കാം. ഓക്കെ, ഇതാണ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ മാറ്റർ വേവ്സ് എന്ന് പറയും. ഓക്കെ, MVR = NH/2π. ഡി ബ്രോഗ്ലി കണ്ടുപിടിച്ചതാണ്. എന്താണ് പാർട്ടിക്കിൾസിന് എന്ത് നേച്ചർ മാത്രമല്ല, വേവ് നേച്ചർ, പാർട്ടിക്കൽ നേച്ചർ മാത്രമല്ല വേവ് നേച്ചറും കൂടി ഉണ്ട്. മൂപ്പര് കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ് MVR = NH/2π, വേർ M = MV എന്ന് പറഞ്ഞാൽ എന്താ, മൊമെന്റം. ഓക്കെ, മാസ് ഇൻറ്റു R എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് അല്ലെ. N എന്ന് പറഞ്ഞാൽ N = എന്താണ് 1 2 3. H എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പൈ എന്ന് പറഞ്ഞാൽ പൈ തന്നെ 3.14. ഓക്കെ ആണോ? ഇതാണ് എന്ത് സെക്കൻഡ് പോസ്റ്റുലേറ്റ്സ്. ലാസ്റ്റ് വൺ, ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ. ബോർ മോഡലിന് എന്തുണ്ടായി, ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായി. ബോർ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ആറ്റംസ് എന്താണ്, ആറ്റംസിന് ചുറ്റും ഓരോ ഓർബിറ്റുകൾ ഉണ്ട്. ഓക്കെ, ആ ഓരോ ഓർബിറ്റുകളിലും എന്താണ്, നിശ്ചിത പർട്ടിക്കുലർ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിനോട് അകലുന്തോറും എന്ത് കൂടും, എനർജി കൂടും. ഓക്കെ, ഇലക്ട്രോൺസിന്റെ എനർജി കൂടും, അടുത്ത് വരുന്നവരെ എനർജി കുറയും. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞ ബോറിന് എന്തായാലും ഒരു എന്താണ് രണ്ട് ലിമിറ്റേഷൻസ് വന്നു. എന്തൊക്കെയായിരുന്നു ലിമിറ്റേഷൻസ്? ബോർ മോഡൽ ഈസ് ആപ്ലിക്കബിൾ ടു ഹൈഡ്രജൻ ആറ്റം. ബോർ മോഡൽ, അതായത് ബോർ പറഞ്ഞ കാര്യങ്ങൾ ആകെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന് മാത്രമായിരുന്നു. ഇറ്റ് ക്യാൻ നോട്ട് എക്സ്പ്ലെയിൻ 2 or more ഇലക്ട്രോൺസ് ആറ്റംസ്. അതായത് 2-3 ഇലക്ട്രോൺസ് ആറ്റങ്ങളെ കൂടി എന്ത് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, 2-3 കാര്യങ്ങൾ കൂടി ആരെക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് മക്കളെ, ബോർ മോഡൽ ഈസ് അനേബിൾ ടു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ എന്താ, ഇന്റൻസിറ്റി വേരിയേഷൻ ഓഫ് ദി ഫ്രീക്വൻസീസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അതായത് ഈ കാണുന്ന നമ്മൾ നേരത്തെ കണ്ട ഹൈഡ്രജൻ ലൈൻ സ്പെക്ട്രം ഇല്ലേ, അതിൻ്റെ അകത്ത് വരുന്ന ഇന്റൻസിറ്റി വേരിയേഷൻസും ഫ്രീക്വൻസി ചേഞ്ചസും അതൊക്കെ ആരെക്കൊണ്ട് പറയാൻ പറ്റിയില്ല, ഈ ബോറിന് പറയാൻ പറ്റിയില്ല. ഇതൊക്കെ ആയിരുന്നു എന്ത്, ബോറിന്റെ ലിമിറ്റേഷൻസ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇത്രയുള്ള കാര്യം. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. അതെ അതെ, ഇത്ര കഥ. അപ്പോ ഇതൊരു കുഞ്ഞി ചാപ്റ്റർ ആണ്, ഞാൻ പറഞ്ഞത് എനിക്കറിയാം. കുറച്ച് നേരം എടുത്തോളൂ, ഒരു 3/4 മണിക്കൂർ എടുത്തോളൂ. അപ്പൊ ഇതെന്തായാലും കാണാണ്ട് പോരുത്, എല്ലാവരും കണ്ടിട്ട് ഇത് എന്ത് ചെയ്യുക, ഈ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് പഠിച്ചിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക്, ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ഞാൻ വേറൊരു ചാപ്റ്റർ ആയിട്ട് വരാം. അപ്പൊ എന്ത് ചെയ്യാൻ, നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ.